السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من زكاها وقد خاب من دساها. صدق الله مولانا العلي العظيم. ബഹുമാനമുള്ള അധ്യക്ഷൻ, മറ്റ് വേദിയിൽ പുരുഷായ മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ, ഈ സംഗമം ഉദ്ഘാടനം ചെയ്ത ഹംദുല്ലാ MP അവർകൾ, മറ്റു സാദാത്തുക്കൾ, മറ്റു ഉമറാക്കൾ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ബഹുമാനമുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ, അതിൻ്റെ നേതാക്കന്മാർ, അതിൻ്റെ പ്രവർത്തകർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ബഹുമാനമുള്ള വ്യക്തിത്വങ്ങൾ, ബഹുമാനമുള്ളവരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന സന്ദേശ യാത്രയുടെ പാലക്കാട് ജില്ലാ സ്വീകരണത്തിലാണ് നമ്മളിവിടെ ഉള്ളത്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയാറുണ്ട്, സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഒരു ശക്തമായ വേരാണ് ഈ ജില്ലയിലുള്ളത്. അത് ആ നിലക്കുള്ള പ്രവർത്തനം, ആ ഒരു സ്വഭാവ ഗുണങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവാൻ കാരണം ഈ ജില്ലക്ക് മുൻകാലങ്ങളിലും ഇതിന് മുമ്പുള്ള കാലങ്ങൾ, അടുത്ത കാലങ്ങളിലൊക്കെ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഉസ്താദ് EK ഹസൻ മുസ്ലിയാർ, അതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദ് കുമ്മമ്പത്തൂർ AP മുഹമ്മദ് മുസ്ലിയാർ, അതുപോലെ ബഹുമാനപ്പെട്ട സാദിഖ് മുസ്ലിയാർ അടക്കമുള്ള നവ്വറല്ലാഹു വറായിഹും അവരടക്കമുള്ള പണ്ഡിതന്മാരുടെയും മറ്റ് പ്രമുഖരുടെയൊക്കെ നേതൃത്വത്തിൻ്റെ ഒരു ശക്തമായ പ്രതിഫലനമാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇവിടെ പല പരിപാടികൾക്കും പലപ്പോഴും ഞാൻ വന്നിട്ടുണ്ട്. വിളിക്കപ്പെട്ട പല പരിപാടികൾക്കും പലപ്പോഴും വരാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഈ വന്ന പരിപാടിയിലൊക്കെ ആ പരിപാടിയുടെ തോതനുസരിച്ച് ജനങ്ങളൊക്കെ പങ്കെടുക്കുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഏതായാലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് കേരളത്തിലെ മറ്റുള്ള വടക്കൻ മേഖലയിലുള്ള ജില്ലകളെപ്പോലെ തന്നെ അതിനോട് എല്ലാ നിലക്കും സഹകരിക്കുന്ന ഒരു ജില്ലയാണ് ഈ പാലക്കാട് ജില്ല. നേരെ മറിച്ച് തെക്കൻ ജില്ലകളിലൊക്കെ നമ്മുടെ പ്രവർത്തനം അത്രമാത്രം വ്യാപിക്കപ്പെട്ടിട്ടില്ല. കാരണം അവർക്ക് പ്രത്യേകമാവുന്ന ചില സംഘടനകളൊക്കെ അവിടെ ഉണ്ടായതുകൊണ്ട്. എന്നാലും ഇപ്പം നമ്മുടെ പ്രവർത്തനം തെക്കൻ ജില്ലയിലേക്കും വ്യാപിപ്പിക്കപ്പെട്ട് വളരെ ശക്തമായ നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സന്ദേശം അവിടെ എത്തിയിട്ടുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കഴിഞ്ഞ തെക്കൻ ജില്ലകളിൽ നടത്തപ്പെട്ടതായ നമ്മുടെ ഈ സന്ദേശയാത്രയിൽ നമുക്ക് അനുഭവിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ അനുഭവം അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. കാരണം തിരുവനന്തപുരം ജില്ലയിൽ വളരെ ശക്തമായ ഒരു സ്വീകരണമാണ് നൽകപ്പെട്ടത്, നല്ല ജനപങ്കാളിത്തമുള്ള. കൊല്ലം ജില്ലയിലും അതുപോലെ തന്നെ. ഇടുക്കി, കോട്ടയം ജില്ലയിലൊക്കെ നമ്മൾ വിചാരിച്ചു
അത് കുറവായിരിക്കുമെന്നുള്ളത്. പക്ഷേ ഇടുക്കി ജില്ലയിലൊക്കെ രാവിലെ ഒരു 10-11 മണിക്കാണ് അവിടുത്തെ സ്വീകരണം ഉണ്ടായിരുന്നത്. അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറം ജനബാഹുല്യം അവിടെ ഉണ്ടായിരുന്നു. കോട്ടയം ജില്ലയിലും അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലൊക്കെ, ആലപ്പുഴ ജില്ലയിൽ അതുവരെ നടന്ന സ്വീകരണത്തിലുള്ള ജനസാന്നിധ്യത്തിനേക്കാൾ ശക്തമാവുന്ന ഒരു ജനസാന്നിധ്യമാണ് അവിടുന്ന് അനുഭവപ്പെട്ടുള്ളത്. അപ്പം നമ്മൾ മനസ്സിലാക്കി ആലപ്പുഴ ജില്ലയിലായിരിക്കും ഏറ്റവും വലുതെന്ന്. പിന്നെയാണ് എറണാകുളം ജില്ലയിൽ വരുന്നത്, അത് ആലപ്പുഴ ജില്ലയിനേക്കാൾ വലുതായിരുന്നു. പിന്നെ തൃശ്ശൂർ ജില്ലയിൽ ഇന്നലെ വന്നപ്പോൾ അതും മറ്റുള്ള ജില്ലകളോട് കിടപിടിക്കണ നിലക്ക് ആലപ്പുഴയോടും അതുപോലെ എറണാകുളത്തിനോടൊക്കെ കിടപിടിക്കപ്പെടാൻ പറ്റുന്ന നിലക്കുള്ള ജനബാഹുല്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിച്ചപ്പോൾ അത് ഈസ്റ്റ് വെസ്റ്റൊക്കെ ആയി കൊണ്ടിട്ട് അതിന് വിഭജിക്കപ്പെട്ട അവസ്ഥ അതുകൊണ്ടാണ് പ്രവർത്തനം നടക്കപ്പെടുന്നത്. അപ്പോൾ ആ ഈസ്റ്റ് ജില്ലയിൽ നിന്നുള്ള തിരുവുള്ള സ്വീകരണവും അതുവരെയുള്ള സ്വീകരണത്തിലുള്ള ജനബാഹുല്യത്തിനേക്കാൾ വലുതായിരുന്നു വെസ്റ്റ് ജില്ലയിൽ. ഇന്ന് രാവിലെ ഈസ്റ്റ് ജില്ലയിലുള്ളതായ സ്വീകരണം അതും തന്നെ ഈ സ്വീകരണത്തിനോട് കിടപിടിക്കാൻ പറ്റുന്ന നിലക്ക് അല്ലെങ്കിൽ ഇതിനേക്കാൾ ജനപങ്കാളിത്തമുള്ള നിലക്കുള്ള സ്വീകരണമായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ MT സാദ് പറഞ്ഞു മലപ്പുറത്തുള്ള അത്ര ആൾ ഇവിടെ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ ഞാൻ മഹമ്മദായ തങ്ങളോട് ചോദിച്ചു, ഇവിടെ മലപ്പുറത്തുള്ളതിനേക്കാൾ അധികം ഇല്ല എന്ന് ചോദിച്ചു. അപ്പോൾ മലപ്പുറത്തുള്ള ഏകദേശം അത്ര തന്നെ അതിനോട് കിടപിടിക്കുന്ന ആളുകൾ വഴിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ജില്ലയിലും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സന്ദേശങ്ങളിലേക്ക് അറിയിച്ചുകൊണ്ട് ഞങ്ങൾ മറ്റൊരു ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ജില്ലയിനേക്കാൾ അധികം ജനബാഹുല്യവും മറ്റെല്ലാ നിലക്കും വളരെ ശക്തമായ സ്വീകരണങ്ങളാണ് ലഭിക്കപ്പെടുന്നത്. ഈ നിലക്കുള്ള സ്വീകരണങ്ങൾ ഇന്നലേക്ക് ഉള്ള ഒരു പ്രത്യേക ഒരു ജനങ്ങളിലുള്ളതായ ഒരു ഹൃദയത്തിൽ ഈ സംഘടനയോടുള്ളതായ പ്രത്യേക ഒരു സ്നേഹം, ഈ സംഘടനയോടുള്ളൊരു ആദരവൊക്കെ ഇത് ഈ സംഘടനക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അല്ലാതെ ഈ കേരളത്തിൽ പല മതസംഘടനകളുണ്ട്. ഏതെങ്കിലും ഒരു മതസംഘടനകൾക്ക് ഇതുപോലുള്ളതായ ഒരു അനുഭവം ഇവിടെ തെളിയിക്കാൻ സാധ്യമല്ല. കാരണം അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അത് മഹാന്മാർ സ്ഥാപിച്ചതായ ഒരു സംഘടനയായതുകൊണ്ടാണ് ഞങ്ങളൊക്കെ എപ്പോഴും പറയുന്നത് പോലെ ഇതിനെ നിയന്ത്രിക്കുന്നത് ഞങ്ങളാരുമല്ല, അത് മഹാന്മാരാവുന്ന ഇതിൻ്റെ മശായിഖന്മാരാണ്. അത് ആർക്ക് അതിൽ വിശ്വാസമില്ലെങ്കിലും എനിക്കതിൽ വിശ്വാസമുണ്ട്, ഞാനത് അനുഭവിക്കുന്നു. കാരണം ഓരോ വിഷയങ്ങൾ വരുമ്പോഴും ആ വിഷയങ്ങളിലൊക്കെ അത് മഹാന്മാരുടെ അത് നിർദ്ദേശമെന്നോ എന്നൊന്നും ഞാൻ പറയുന്നില്ല, അവരിൽ നിന്നുള്ള ഒരു പ്രത്യേകമാവുന്ന ഒരു തോന്നിപ്പിക്കലോ അല്ലെങ്കിൽ മറ്റു വല്ല സഹായങ്ങളൊക്കെ ഇതുവരെ ലഭിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. കാരണം മഹാന്മാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവരായിട്ട് ബന്ധപ്പെടുമ്പോൾ അവരിൽ നിന്നുള്ള മദതുകൾ അത് ഇങ്ങോട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സംഘടന പറ്റിയത് വിശുദ്ധമാവുന്നതായ ദീനിൻ്റെ ശരിയായ രൂപമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ അവതരിപ്പിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ആ ജീവിത കാലഘട്ടത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാനുഷികമാവുന്ന പരിഗണന അതിൽ വളരെ ശക്തമായ നിലക്ക് അത് ശ്രദ്ധിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, അത് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരോടും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിഷയത്തിൽ ശക്തമായി കൊണ്ടിട്ട് അവരുടെ ഉപദേശിച്ചിട്ടുണ്ട്. സഖ്യമുള്ളതായ ഏതെങ്കിലും ഒരു സമൂഹം അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായിട്ട് പിന്നെ മറ്റ് സഖ്യം എന്ന് പറഞ്ഞാൽ അത് 2-3 വകുപ്പുകളുണ്ട്. ഞാനത് ഇപ്പോൾ ഇവിടെ വിശദീകരിക്കല്ല. അപ്പോൾ ആ നിലക്ക് ഐക്യത്തോടു കൂടി ജീവിക്കുന്നതായ ആ ഭരണത്തിൻ്റെ കീഴിൽ ജീവിക്കുന്നവരോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഫലൈസ മിന്ന എന്നാണ് പറഞ്ഞത്. അവൻ നമ്മളെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്നാ. അത്രമാത്രം ശക്തമായ നിലക്ക് അണികളോട് മറ്റുള്ളതായ സമുദായങ്ങളോട് നമ്മൾ സ്വീകരിക്കേണ്ടതായ മാർഗത്തിനെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞു, മൻ ആദാ മുഹാദൻ ഔ ദിമ്മിയൻ, ഒരു മുഹാദായി കൊണ്ടിട്ട് ഉടമ്പടി ചെയ്യപ്പെട്ട ആൾ അല്ലെങ്കിൽ ദിമ്മിയായ നിലക്ക് ഉടമ്പടി ചെയ്യപ്പെട്ടവൻ, അവൻ ഏത് വിശ്വാസക്കാരനാവട്ടെ, അവനെ ആരെങ്കിലും ബുദ്ധിമുട്ടാക്കിയാൽ അവൻ ഫലീസ മിന്ന, അവൻ നമ്മളിൽപ്പെട്ടവനല്ല. മഹാനാവുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് രാത്രിയിൽ സഞ്ചരിക്കുന്നതായ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ രാത്രി സഞ്ചരിക്കുന്നത് ജനങ്ങളുടെ എന്തെങ്കിലും നിലക്കുള്ള വീക്ക്നെസ് മനസ്സിലാക്കാൻ വേണ്ടിയല്ല, അവരുടെ അഴിബുകൾ മനസ്സിലാക്കാൻ വേണ്ടിയല്ല, ജനങ്ങൾക്കുള്ള പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ടവർ അങ്ങനെ സഞ്ചരിക്കൽ. അപ്പോൾ ഒരു രാത്രി മൂപ്പര് സഞ്ചരിക്കുമ്പോൾ വളരെ വൃദ്ധനാവുന്ന ഒരു ജൂതനെ കണ്ടുപോകുന്ന. അപ്പം ഇന്ന് ജൂതന്മാർ നമ്മളെ സമുദായത്തിനോട് അവിടെ ചെയ്യണ പണിയണ്ടിയില്ലെങ്കിൽ എന്തെല്ലാമാണ് ചെയ്യണത്. ഇപ്പോൾ അവിടെ നാട് അടുത്താണേല മറ്റേ ആഫ്രിക്കയ്ക്കൊക്കെ. അപ്പോൾ അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല വളരെ വൃദ്ധനായ ഒരു ജൂതനെ കണ്ടു. അവൻ്റെ ശരീരത്തിൻ്റെ ഘടന ചരിത്രകാരന്മാർ വിവരിക്കുന്നുണ്ട്. അവൻ്റെ ആ ഊര ഇങ്ങനെ വളഞ്ഞിട്ട് അതിങ്ങനെ ഒരു കോല് പോലെ ഇങ്ങോട്ട് ഉന്തി നിൽക്കുന്നുണ്ട്. അങ്ങനെ അയാളുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെ സംബന്ധിച്ചും ചരിത്രത്തിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് ഇത് കണ്ടപ്പോൾ ഉമർ ബിൻ ഖത്താബ് ഇനി ആരാണ്, അപ്പോൾ എൻ്റെ ഭരണത്തിൻ്റെ കീഴിലവിടെ ജീവിക്കുന്ന ഒരു ജൂതനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവനക്ക് പ്രത്യേകമാവുന്ന ഒരു ശമ്പളം എല്ലാ മാസത്തിലും കൊടുക്കാൻ വേണ്ടി മഹാനാവുന്ന ഉമർ ബിൻ ഖത്താബ് തങ്ങളെ എന്തായി ഏർപ്പെടുത്തിയെന്ന്. ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു തിയറി എന്നുള്ളത്. അപ്പോൾ ആ തിയറി അനുസരിച്ച് നമ്മളും തന്നെ നമ്മളെ ഈ രാജ്യങ്ങളിലൊക്കെ ജീവിക്കുമ്പോൾ ഇപ്പോൾ നമ്മളിന്ന് പലർക്കും ഉണ്ടാവും, എന്തിനപ്പോൾ വിലയൊക്കെ വിളിച്ചിട്ട് സയ്യിദ് എംപിനെ എന്തിനെ വിളിച്ച്, അല്ലെങ്കിൽ മറ്റുള്ളതായ MLA-മാരെ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടികളുടെ നേതാക്കന്മാരെയൊക്കെ വിളിച്ചെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഈ സൗഹാർദ്ദത്തിനൊരു ആവശ്യമാണത്. അതുകൊണ്ടാണല്ലോ നമ്മൾ പല രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരെ കൊണ്ട് അവരെ അതിഥികളായി വിളിച്ചു, മുഖ്യാതിഥിയായി വിളിച്ചു, ഉദ്ഘാടനത്തിന് വിളിച്ചു. ഇതുവരെയുള്ള ഈ സമ്മേളനങ്ങളിലും അങ്ങനെ തന്നെ ഉള്ളത്. അപ്പോൾ അത് ഒരു സ്നേഹത്തിൻ്റെയും ഒരു സഹോദര്യത്തിനെയും ഒക്കെ വിളിച്ചു കൊള്ളുന്ന ഒരു പ്രവൃത്തിയാണത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരോടും പ്രത്യേകമായി പറയാനുള്ളത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു പ്രസ്ഥാനത്തിന് തന്നെ എല്ലാ നിലക്കുള്ള വളർച്ചയും ഉയർച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള അതിനോട് പലർക്കും പല നിലക്കുള്ള അസൂയകളൊക്കെ അത് സ്വാഭാവികമാണ്. അത് നമുക്ക് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പലർക്കും അസൂയ ഉണ്ടായിരുന്നു. അങ്ങനെ പലതും അവരെ സംബന്ധിച്ച് പ്രചരിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. എന്നതുപോലെ ഇന്നത്തെ പോലെ ഈ വാർത്താ മാധ്യമങ്ങളൊന്നുമില്ല. ഇത്രമാത്രം വാർത്താമാധ്യമങ്ങൾ അന്നത്തെ ഒരു സ്വഭാവത്തിലുണ്ടെങ്കിലും ഇത്രമാത്രം വികസിപ്പിച്ച ഒരു കാലഘട്ടമല്ല അത്. കാരണം അള്ളാഹുവിൻ്റെ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരോ അവർ വികസിപ്പിച്ചെടുത്തതായ പ്രത്യേകമാവുന്ന രീതിയിലുള്ള ഒരു വാർത്താമാധ്യമങ്ങളുണ്ടായിരുന്നു. അത് അവർക്ക് ഈമാനാവുന്ന ആ നൂറ്, ആ പ്രകാശത്തിന് ഖദ് അഫ്ലഹ മൻ സക്കാഹാന്ന. അപ്പോൾ ആ നിലക്ക് ഹൃദയ ശുദ്ധീകരിക്കപ്പെട്ടാൽ ആ ഈമാനിനെ വളർത്തിക്കൊണ്ട് ആ ഈമാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രത്യേക ടെക്നോളജികളുണ്ടായിരുന്നു. ആ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്നത്തേതിനേക്കാൾ വലിയ നിലക്കുള്ളതായ
ഇന്ന് ശാസ്ത്ര സാങ്കേതിക രംഗം ഇവിടെ വളർന്ന് വികസിച്ചിട്ടുണ്ട്. അതിനേക്കാൾ വലിയ നിലക്കുള്ള ടെക്നോളജികൾ മഹാന്മാരെ കൈവശം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പ്രത്യേകക്കാർക്ക് മാത്രമേ അതിനെ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഇന്നങ്ങനെയല്ല. ഇന്ന് ശാസ്ത്രജ്ഞന്മാർ ഭൗതികമായി അവർ കണ്ടുപിടിച്ച അതിൻ്റെ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ നമുക്കും കഴിയും. ഇപ്പം നമ്മൾ മൊബൈൽ ഉപയോഗിക്കണം, നമ്മൾ അതുപോലുള്ള പലതും നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ പ്ലെയിനിൽ യാത്ര ചെയ്യണം. അത് അന്നത്തെ കാലത്ത് അങ്ങനെയല്ല. അന്ന് ആകാശത്ത് കൂടി യാത്ര ചെയ്തവരുണ്ട്. അത് അവർക്ക് പ്രത്യേകമാവുന്നതായ അതിൻ്റെ ഒരു ടെക്നോളജി അവരെ കൈവശമുണ്ടായി. അത് ഇലാഹിയായ ടെക്നോളജിയാണ്. അപ്പോൾ അന്ന് ഈ വാർത്താ മാധ്യമങ്ങൾ അത്രമാത്രം പടർന്ന് ആ നിലക്ക് പന്തലിക്കാത്ത കാലഘട്ടത്തിലും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും അവർക്ക് ഉയർച്ച, പ്രസ്ഥാനത്തിനോ വ്യക്തിക്കൊക്കെ ഉയർച്ച ഉണ്ടാകുമ്പോൾ വിമർശനങ്ങളുണ്ടാവും, ആക്ഷേപിക്കലുണ്ടാവും, ഇല്ലാത്തത് പ്രചരിപ്പിക്കലുണ്ടാവും. അപ്പോൾ നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന വാർത്തകൾ മുഴുവനും ശരിയല്ല. അത് പലതും അസത്യമായിരിക്കും പ്രചരിപ്പിക്കപ്പെടാം. അത് ഏത് ചാനൽ കൂടി പ്രചരിപ്പിക്കപ്പെട്ടാലും മറ്റുള്ള മാധ്യമങ്ങൾ കൂടി പ്രചരിപ്പിക്കപ്പെട്ടാലും അതിൽ പല നിലക്കുള്ളതായ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് കടത്തിയതോ അല്ലെങ്കിൽ ഇവിടെ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയോ പ്രചരിപ്പിക്കപ്പെടുന്ന വാർത്തകളുണ്ട്. അങ്ങനത്തെ വാർത്തകൾ ചിലപ്പോൾ ചില ചാനലുകളോ മറ്റോ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചും അതിനെ ഇകഴ്ത്തുന്നതായ വാർത്തകൾ ചിലപ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്, ചേരയാണെങ്കിലും ചിലപ്പോൾ ചവിട്ടിയൊക്കെ അടിക്കുമല്ലോ. അപ്പോൾ എന്നതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നമ്മളൊരു പാവപ്പെട്ട സംഘടനയാണ്. അവരെന്തും ആർക്കും പറയാം, ചാനലിലേക്കൊക്കെ എന്തും പറയാമെന്ന് ആരും വിചാരിക്കേണ്ട. അങ്ങനെ പറഞ്ഞാൽ അതിന് ശക്തമായ നിലക്കുള്ള പ്രതികരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നതായ ദുഷ്പ്രചരണങ്ങളിൽ നമ്മളെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ സത്യമാണ്. സത്യത്തിന് എതിരാകുന്നതായ സംഗതികളുണ്ടല്ലോ, അത് നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല. നമ്മൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമാവുന്ന വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനത്തിൻ്റെ മേലിലാണ് ഈ ദീൻ ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ള സമുദായങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപനങ്ങൾ കേട്ടില്ലേ, ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾക്കുള്ള സമീപനങ്ങൾ കേട്ടില്ലേ എന്നതുപോലെ മറ്റു സമുദായങ്ങളോട് മാത്രം. ഇപ്പോൾ ആയിഷ റളിയല്ലാഹു തആല എന്ന റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഞാൻ പല പ്രാവശ്യവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ദേഷ്യം പിടിച്ചിട്ടുണ്ട്. സ്വാഭാവികമാണ്, ഭാര്യ ഭർത്താവിനോട് ദേഷ്യം പിടിക്കും. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രീതിയിൽ ഇങ്ങോട്ട് തിരിച്ചടിക്കാറില്ലായിരുന്നു. അല്ലാഹുമ്മ ഗഫിർ ലഹാ എന്ന് പറയും, അവൾക്ക് പുറത്തു കൊടുക്കുക തമ്പുരാന്. അവളിൽ നിന്നിട്ട് ഈ ഒളവിനെ അല്ലാഹുമ്മ അദ്ഹിബ് അൽ ഒളബ്, ഈ ഒളവിനെ 37 നിന്ന് നീക്കിക്കൊടുക്കുക, ആ നല്ല ബുദ്ധി കൊടുക്കുക എന്നൊക്കെയാണ് പറയൽ. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഒരു മുഅ്മിന് ചെയ്യേണ്ടതായ ആ ഒരു സ്വഭാവം എന്നുള്ളത്. നമ്മോട് പല നിലക്കും പ്രതികരിക്കുന്നവരുണ്ടാവും, പല നിലക്കും നമ്മളെ വിമർശിക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുക്കട്ടെ എന്നോ അല്ലെങ്കിൽ അവർക്കൊക്കെ ഈ സത്യം പറയാനുള്ളതായ സത്യത്തിലേക്കുള്ളൊരു വഴി അല്ലാഹു തെളിയിച്ചു കൊടുക്കട്ടെ. അപ്പോൾ വളരെ വിശുദ്ധമാവുന്നതായ പല തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിശുദ്ധ ദീനിനെ സ്ഥാപിക്കപ്പെട്ടുള്ളത്. ആ സ്വഭാവ ഗുണങ്ങളൊക്കെ നമ്മളിലുണ്ടാവണം. അതിനുവേണ്ടി ആ സ്വഭാവ ഗുണങ്ങൾ നിങ്ങളിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. മുൻഗാമികളാവുന്ന നമ്മളെ മഹാന്മാരാവുന്ന മശായിഖന്മാരും ആ നിലയ്ക്ക് ഇവിടെ പ്രവർത്തിച്ചു. മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ കൂടി ആ സ്വഭാവ ഗുണങ്ങളൊക്കെ കാണിച്ചു തന്നു. അങ്ങനല്ലേ, അവർ ജീവിച്ച് കാണിച്ചു, അവരുടെ ജീവിതത്തിൽ അത് പകർത്തി കാണിച്ചു തന്നു. അവരുടെ ജീവിതം ആണ് നമ്മുടെ യഥാർത്ഥത്തിൽ അവരുടെ ജീവിതം നമ്മൾ മാതൃകയാക്കി. കാരണം അവരുടെ ജീവിതത്തിൽ ശരീരത്തിനെതിരായിട്ട് ഒന്നും ഉണ്ടാവാറില്ല. നമ്മളൊന്നും അങ്ങനെയല്ലല്ലോ. നമ്മൾ പൊള്ളു പറയും, എന്തെങ്കിലും മറ്റുള്ളതായ പ്രയോഗങ്ങൾ നമ്മൾ ഒളിച്ചും മറിച്ചുമൊക്കെ പറയും. നമുക്കൊന്നും ഒരു വിഷയമല്ല, എന്തും പറയാം. അതിനുള്ള നാവിനെ സൂക്ഷിക്കണം എന്നാണ് ഒന്ന് റസൂൽ പറഞ്ഞത്. 2 സംഗതികളെ സൂക്ഷിക്കാൻ പറഞ്ഞത്. ഒന്ന് നാവ് സൂക്ഷിക്കണം എന്നാണ്. അപ്പോൾ നാവിനെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ അപകടം ഉണ്ടാക്കി തീർക്കും.
അപ്പോൾ ആ നിലക്ക് നാവിനിൽ നിന്ന് ഉണ്ടാവുന്ന വാക്കുകൾ അത് സത്യമായ വാക്കുകളാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താവേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പൊതുപ്രവർത്തകരാണ് നിങ്ങൾ, അല്ലെങ്കിൽ വിശുദ്ധമാകുന്നതായ ഒരു ദീനിൻ്റെ അതിൻ്റെ ആ ദീൻ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. വിശുദ്ധമാകുന്ന ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അപ്പോൾ നമ്മളെ വാക്കുകളൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ കൈകാര്യം, നമ്മളെ സുഹൃത്തുക്കളോടാണെങ്കിലും നമ്മളെക്കാൾ പ്രായം കൂടിയവരോടാണെങ്കിലും പ്രായം കുറഞ്ഞവരോടാണെങ്കിലും നമ്മൾ ചെയ്യുന്നതൊക്കെ നിങ്ങളെ മറ്റുള്ളവർക്ക് മാതൃകയാക്കപ്പെടാൻ പറ്റുന്നതായ സ്വഭാവ ഗുണങ്ങളാവണം നിങ്ങളിൽ നിന്നുണ്ടാവേണ്ടത്. മുൻഗാമികളാവുന്ന നമ്മളെ മശായിഖന്മാരൊക്കെ അങ്ങനെയല്ലേ? അവരുടെ ജീവിതം, ഇപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് അവരുടെ ജീവിതത്തെ പരിശോധിച്ച് നോക്കാം. ആ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ അറിയാം ആ ജീവിതത്തിൻ്റെ വിശുദ്ധി എങ്ങനെയാണെന്നുള്ളത്. വളരെ സ്വാധീനനായ ഒരു മനുഷ്യൻ, വളരെ സാലിഹായ ഒരു മനുഷ്യൻ, ജീവിതത്തിൽ അവർ ഏതെങ്കിലും നിലക്കുള്ളതായ ഖിലാഫുൽ ഔല പോലും ചെയ്യാത്ത മഹാൻ. അതാണ് ഖിലാഫുൽ ഔല ഉണ്ടല്ലോ. ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞാൽ അത് നെഹി ചെയ്യപ്പെട്ടത് തന്നെയുള്ളൂ. കറാഹത്താണെങ്കിലും നെഹി ചെയ്യപ്പെട്ടതിന്. അപ്പോൾ ഹറാമെന്ന് ഒഴിഞ്ഞിക്കുക മാത്രമല്ല ബഹുമാനപ്പെട്ടവർ ചെയ്തിട്ടുള്ളത്. ഖിലാഫുൽ ഔലയും കറാഹത്തൊന്നും ചെയ്തിട്ടില്ല. അതാണ് ഖദ് അഫ്ലഹ മൻ. ആ നിലക്ക് ഹൃദയത്തിനെ ശരീരത്തിനെ ശുദ്ധീകരിച്ച വലിയ മഹാനായിരുന്നു അവർ. നമ്മൾ കണ്ണിത്ത് ഉസ്താദിൻ്റെ ഉദാഹരണം പറഞ്ഞത് എന്തുകൊണ്ടാണ്? നമ്മളൊക്കെ അടുത്ത കാലത്തായിക്കൊണ്ട് കണ്ട ഒരു വലിയ മഹാനാണ് ബഹുമാനപ്പെട്ടവർ. മഹാനാവുന്ന ശൈഖുനാ ശംസുലുലമയുടെ ജീവിതം പരിശോധിച്ച് നോക്ക്. ആ നാവ് കൊണ്ട് സർവ്വസമയത്തും ദിക്റുകളിലിരുന്നോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി വിശേഷിപ്പിക്കപ്പെട്ടതുപോലെ വകാന യദ്കുറുല്ലാഹ ഫീ കുല്ലി ഹീൻ, എല്ലാ സമയത്തും ദാക്കിറായിരുന്നു ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ദിക്ർ ചെല്ലാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ദിക്റില്ല. അത് മുഖയ്യതായ ദിക്റുകളുണ്ട്, മുത്തലക്കായ ഈ ദിക്റുകളൊക്കെ ചെല്ലലുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുപോലുള്ള സ്വഭാവമായിരുന്നു ബഹുമാനപ്പെട്ടവർക്ക്. സർവ്വസമയത്തും അവർ ദാക്കിറായി. അവരുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളും നമ്മൾ ശരിക്കും പരിശോധിച്ച് നോക്കിയാൽ കണ്ണിത്ത് ഉസ്താദിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ തന്നെ കറാഹത്തോ ഖിലാഫുൽ അവയൊന്നും ചെയ്യാതെ വളരെ വിശുദ്ധമായ ഒരു ജീവിതം നയിച്ചു. അവരുടെ ജീവിതത്തിലുള്ള ഓരോന്നും നമുക്ക് അനുകരിക്കാൻ പറ്റിയതായിരുന്നു. അവർ എന്താണ് ചെയ്യണത്, അവർ ചെയ്യുന്ന ഓരോ സംഗതികളും, അവരുടെ ദർസ് നമുക്ക്, ആ തദ്രീസിൻ്റെ സ്വഭാവം നമുക്ക് അനുകരിക്കാം, ആ ദർസിൻ്റെ ശൈലി നമുക്ക് അനുകരിക്കാം. അവരെ നിസ്കാരം നോക്കി നമുക്ക് നിസ്കാരം പഠിക്കാം, അവർക്കുള്ള മറ്റുള്ള ഇബാദത്തുകൾ നോക്കി നമുക്ക് പഠിക്കാം. അവർ രാത്രിയൊക്കെ ദീർഘമായ സമയം ഉറക്കമൊഴിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നമുക്കും അതൊരു പ്രചോദനമായിരിക്കും. അപ്പോൾ അത്രമാത്രം വിശുദ്ധമാവുന്ന ജീവിതം നയിച്ചവരാണ് അവരൊക്കെ. അതാണ് മുൻകഴിഞ്ഞ നമ്മളെ മശായിഖന്മാർ. അവരൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അവരുടെ ജീവിതം നമുക്ക് പാഠമായിരുന്നു. നമുക്ക് പിന്നെ ഖുർആനും ഹദീസും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് ഓരോ സംഗതി അവർ ചെയ്തത് എന്താണ് ചെയ്താൽ മതി. അത്രമാത്രം വിശുദ്ധന്മാരായിരുന്നു അവർ. അപ്പോൾ കാലഘട്ടം ഇങ്ങനെ മാറി മാറി വരുമ്പോൾ ചിലപ്പോൾ നമ്മളെ പോലത്തവരിലൊക്കെ ചിലപ്പോൾ ആ നിലക്കുള്ളതായ ഒരു വിശുദ്ധി ചിലപ്പോൾ ദർശിക്കപ്പെട്ടോളുന്നില്ല. പല നിലക്കുള്ളത്. അപ്പോൾ നമ്മൾ കഴിയണത്ര എന്താവണമെന്നറിയോ, ആ വിശുദ്ധി ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. നമ്മുടെ ഭക്ഷണത്തിൽ വിശുദ്ധി വേണം, നമ്മൾ പണം ചിലവാക്കുന്നിടത്ത് നമുക്ക് വിശുദ്ധി വേണം, ആ പണം സമ്പാദിക്കുന്നിടത്ത് നമുക്ക് വിശുദ്ധി വേണം. ഇപ്പോൾ ഏത് പണമായാലും കിട്ടിയാൽ തിരക്കടില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുക. എന്തായാലും വേണ്ടില്ല, എങ്ങനെ ഏത് നിൽക്കാതെ ഹറാമാവട്ടെ ഹലാലാവട്ടെ അതിൻ്റെ മാർഗ്ഗം ഏതായാലും വേണ്ടില്ല, പണം കിട്ടിയാൽ മതി എന്നുള്ള സ്ഥലത്ത് ഒരവസ്ഥയിൽ നമ്മൾ എത്തിച്ചേർന്നിക്കാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നിന്ന് ഹൃദയത്തിനെ വിശുദ്ധമാക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുക. നമ്മളുള്ള സർവ്വ അവയവങ്ങളും നമ്മൾ വിശുദ്ധാക്കുക. നമ്മൾ ഇന്നുണ്ടാവുന്ന പ്രവർത്തനങ്ങളൊക്കെ മറ്റുള്ളവർക്ക് മാതൃകയാക്കപ്പെടാൻ പറ്റുന്ന നല്ല പ്രവർത്തനങ്ങളാവണം നമ്മളിൽ നിന്നുണ്ടാവണം. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാവരും ജീവിക്കുക. അതോടൊപ്പം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇതൊരു വലിയ പ്രസ്ഥാനമാണ്, ഇതൊരു ശക്തമായ പ്രസ്ഥാനമാണ്. മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ സ്ഥാപിച്ച് അവർ തന്നെ ഇന്നും അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായതുകൊണ്ട് നമുക്ക് ഉച്ചത്തിൽ പറയാം, ഈ പ്രസ്ഥാനത്തിന് ഈ ലോകത്ത് ഒരു ശക്തിക്കും അതിനെ നശിപ്പിക്കാനോ അതിന് ഏതെങ്കിലും നിലക്കുള്ള പോർവെക്കാനോ ഒരിക്കലും സാധ്യമല്ല. അത് നമ്മൾ അനുവദിക്കുകയില്ല എന്ന് ഉച്ചസ്ഥലം പ്രഖ്യാപിച്ചു കൊണ്ടിട്ട് നിങ്ങൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഈ നടത്തിയ ഈ സ്വീകരണം ഇത് വളരെ രാജകീയമായ ഒരു സ്വീകരണമാണ്. അതിന് നന്ദി പറയാമെന്നുള്ളൊരു വാക്ക് ഞാൻ ഉപയോഗിക്കണില്ല.
നന്ദിനേക്കാൾ വലുത് നന്ദി. നിങ്ങളൊക്കെ മഷ്കൂരിങ്ങളാണ്. നിങ്ങൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു വേണ്ടി നിങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ഈ ചെയ്ത കഠിനാധ്വാനം നമ്മൾ കാണുമ്പോൾ നമ്മൾ കണ്ണുനീരല്ല വരേണ്ടതെന്ന് പറയാം, ചോരയാണ് വരണമെന്ന് തോന്നും. കാരണം ആ കുട്ടികളൊക്കെ ആ വലിയ സാഹസം സഹിച്ചു കൊണ്ടിട്ട് നിങ്ങളൊക്കെ നമ്മളെ ആദരിച്ച് ബഹുമാനിച്ചു കൊടുക്കുന്നത് നമ്മളോടുള്ളൊരു ബഹുമാനം ആയിക്കോളണമെന്നില്ല, ഈ പ്രസ്ഥാനത്തിനോടുള്ളതായ ഒരു ബഹുമാനമാണ്. അപ്പം എന്നെ നിങ്ങൾ ബഹുമാനിക്കണോ ആദരിക്കണമെങ്കിൽ ഞാൻ എന്നുള്ള ഈ വ്യക്തി എന്നുള്ള നിലക്കല്ല, ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരാൾ എന്നുള്ള നിലക്കാം, അതിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലക്കാം. അത് എന്നിൽ നിന്ന് മാറ്റപ്പെട്ടാൽ ഞാനൊന്നുമല്ല, ഞാനൊരു സാധാരണ പിന്നെ സലാം ബാക്കവി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞില്ലേ, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞു കൊടുത്ത്, അല്ല മാന ഇല്ലാ ബശറും മിസ്ലുക്കും എന്ന് പറഞ്ഞു കൊടുത്ത്, മാന ഇല്ലാ ബശറുക്കും മിസ്ലുക്കും എന്ന് പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ എന്നുള്ള നിലക്കുള്ള ആ പരിചയപ്പെടുത്തലാണ്. ആ നിലക്കുള്ള ഒരു മനുഷ്യ സ്വഭാവം അതിനെ പരിചയപ്പെടുത്തുന്നത്. പക്ഷേ സാധാരണ മനുഷ്യനല്ല. യൂഹ ഇലയ്യ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെപ്പോലത്തെ സാധാരണ മനുഷ്യനല്ല, വഴി നൽകപ്പെടുന്ന ആളാണ്. പക്ഷേ നിങ്ങളൊക്കെ ഉണ്ടായതുപോലെ ഒരു മനുഷ്യനിക്ക് ഞാൻ ജനിച്ചു, ഒരു മനുഷ്യ സ്ത്രീനെ പ്രസവിച്ചു, അതൊക്കെ ശരിയാണ്. നിങ്ങൾക്കൊക്കെ ഉള്ളതുപോലുള്ള മനുഷ്യ സഹജമാവുന്ന എല്ലാ കാര്യങ്ങളും എനിക്കുണ്ട്. പക്ഷേ എന്നിലുള്ള മനുഷ്യ സഹജമാവുന്ന സംഗതികളുണ്ടല്ലോ, അത് നിങ്ങളിലുള്ളതുപോലുള്ള മനുഷ്യ സഹജമായ സംഗതികളല്ല. അതാണ് യൂഹ ഇലയ്യ എന്നതുപോലെ ആരും സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അതിന് നേതാക്കന്മാരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ സമസ്ത കേരള ജമീയത്തുൽ ഉലമയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെന്നുള്ള നിലക്കാണ്. അപ്പോൾ ഈ സ്വീകരണമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വീകരണത്തിന് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നിങ്ങളെ ഈ ജില്ലയിൽ അല്ലാഹു ഖൈറും ബർക്കത്തും വർദ്ധിപ്പിച്ചു തരട്ടെ. ഇവിടെ കൂടി നമുക്കൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും വർദ്ധിപ്പിച്ചു തരട്ടെ. എല്ലാം റഫി ഒരു ഒന്നുണ്ടാക്കി വരുമ്പോൾ വീണിട്ടുണ്ട്. അപ്പം അങ്ങനെ വീണതുകൊണ്ട് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ മൂപ്പരുള്ള ആവേശം ഉണ്ടല്ലോ, സംഘടനയോടുള്ളതായ ആ അമിതമായ ആവേശം കാരണമായിട്ടാണ് ഈ രംഗം കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അർഹമുർ-റഹീമായ തമ്പുരാനെ, ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പ്രിയങ്കരനായ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഞങ്ങളെ സുഹൃത്ത് മുസ്തഫ അഷ്റഫിക്കുള്ളതായ ആ വേദനയും അവർക്ക് എത്തിയതായ ആ പ്രയാസത്തെയും ഒക്കെ അർഹമുർ-റഹീമായ തമ്പുരാൻ നീ സുഖപ്പെടുത്തി കൊടുക്കണേ തമ്പുരാനെ, ഏറ്റവും വേഗത്തിൽ സുഖപ്പെടുത്തി കൊടുക്കണേ തമ്പുരാനെ. ഇനിയും ഈ രംഗത്ത് വന്നുകൊണ്ട് വേഗം ദീനിനെ ദഅവത്ത് ചെയ്യാനും നമ്മളോടൊക്കെ ഇടപെടാനും നമുക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ചെയ്യാനും സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനൊക്കെ അല്ലാഹു അവർക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ പല ആളുകളും പല രോഗികളും എന്നോട് ബന്ധപ്പെട്ട തന്നെ നമ്മുടെ സുഹൃത്തുക്കളാവുന്ന പലരും അവരോട് ബന്ധപ്പെട്ട, അപ്പോൾ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ മട്ടന്നൂരിലുള്ളൊരു മഅറൂഫ്, അവൻ്റെ ഉമ്മ പിന്നെ വെൻറ്റിലേറ്ററാണ്. അത് നമ്മൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഇപ്പം എന്താ ചെറിയൊരു അനക്കുണ്ട് എന്ന് പറഞ്ഞു കാലിനൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാദിക്കും. അതുപോലെ നമ്മളോട് ബന്ധപ്പെട്ട ഒരു സുഹൃത്താണ്, ആരാണ്, ദേശമംഗലത്തെ വളരെ കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് വേണ്ടി, അതിൻ്റെ പോഷക സംഘടനയ്ക്ക് വേണ്ടി. അവൻ ഹോസ്പിറ്റലിലാണ്. എവിടെയുള്ളത് ഇപ്പോൾ വായിക്കണം, തൃശ്ശൂർ ഹോസ്പിറ്റലിലാണ്. അവരുടെ അസുഖത്തിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കി കൊടുക്കട്ടെ. നമ്മൾക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കൊക്കെ ഉള്ള എല്ലാ രോഗങ്ങളെയും അല്ലാഹു ശിഫയാക്കട്ടെ. അങ്ങനെ സഹീറിൻ്റെ ഉമ്മാക്കും സുഖമില്ല. അപ്പം നമ്മളെ സയ്യിദ് സാഹിബിന് നമ്മളെ സയ്യിദല്ല, അങ്ങനെ സയ്യിദ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, മൂപ്പര് പേര് അബ്ദുള്ള എന്നല്ലേ. പിന്നെ മൂപ്പര് സയ്യിദ് സാഹിബ് എന്നാണ്. ഞാൻ ഇപ്പോൾ ഈ ഷഹീറിനെ പറ്റിയാണ് പറഞ്ഞത് വിചാരിച്ചു. അങ്ങനല്ല, നമ്മളെ അത് മനസ്സിലായി. അത് സയ്യിദ് എംപിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവും. അവർ സമസ്ത കേരള ജമീയത്ത് മൂപ്പര് പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, ആ ഇംഗ്ലീഷ് പ്രസംഗത്തിൽ വാപ്പാനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സംസുൽ മയ്യത്ത് ഏറ്റവും അധികം, സംസുൽ മയ്യത്ത് 12 എന്ന് മാത്രമല്ല, കോട്ടുമണസ്ഥാനിൻ്റെ ഇഷ്യനുമാണ്. ഒരുപാട് കാലം കോട്ടുമണസ്ഥാനിൻ്റെ അടുത്ത് പരപ്പങ്ങാനിന്ന് കിതാബ് ഓതിയാളാണ് മൂപ്പര വാപ്പ. അപ്പം നല്ലൊരു പാരമ്പര്യം മൂപ്പർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മളെ പിന്നെ മൂപ്പര് സൂചിപ്പിച്ചല്ലോ, ആര് പിന്നെ സലാഹുദ്ദീൻ ഫൈസി മൂപ്പര് ആ തൊപ്പിയൊക്കെ ഇട്ട് പൂർണ്ണ സമസ്തൻ്റെ പ്രവർത്തകരാണെന്നുള്ളത്. ആ സമസ്തനോട് ബന്ധപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചതാണ്. ഷെയ്ഖുനായിട്ടുള്ള വലിയ ബന്ധം അതിൻ്റെ എല്ലാം പുറമെ മൂപ്പര് എന്തും ഷെയ്ഖുനാനോട് അന്വേഷിച്ചിട്ട് ചെയ്യാറുള്ളൂ. ഇത് സയ്യിദ് എം പി മൂപ്പർക്ക് മന്ത്രിസ്ഥാനം കിട്ടിയപ്പോഴും എം പി സ്ഥാനം കിട്ടുമ്പോഴൊക്കെ ഷെയ്ഖുനാനോട് വന്ന് പറയും, ഷെയ്ഖുനാൻ്റെ നിർദ്ദേശം അനുസരിച്ചൊക്കെ ചെയ്യാറുള്ളൂ. ബഹുമാനപ്പെട്ട കോട്ടുമണ ഉസ്താദ്
ഈ രണ്ട് മഹാന്മാരോട് ബന്ധമുള്ള ആളാണ്. കോട്ടുമൽ ഉസ്താദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാപ്പുലിയുടെ വാപ്പ ബഹുമാനപ്പെട്ട കോട്ടുമൽ അബൂബക്കർ മുസ്ലിം, ഞങ്ങളൊക്കെ ഉസ്താദ്. അപ്പോൾ അവരോടും വലിയ ബന്ധമുള്ള ആളാണ് ബഹുമാനപ്പെട്ട ഈ ഹംദുള്ള സയീദിൻ്റെ പിതാവ്. അപ്പോൾ സയീദ് MP-യുടെ ഭാര്യ, അവർക്കും അസുഖമുണ്ട്. ആ അസുഖത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് അള്ളാഹു ആ മഹദിയുടെ എല്ലാ അസുഖത്തിനെയും അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കുള്ള അസുഖത്തിനെയും അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. സർവ്വ മുസ്ലിമീങ്ങൾക്കുള്ള എല്ലാ രോഗത്തിനെയും അള്ളാഹു ശിഫയാക്കട്ടെ. അർഹമുറാഹിമീനായ തമ്പുരാനെ എല്ലാവരോടും നമ്മളോട് ബന്ധപ്പെട്ട നമ്മൾക്ക് വേണ്ടപ്പെട്ട എല്ലാ അസുഖത്തിനെയും അള്ളാഹു ശിഫയാക്കട്ടെ. ഇവിടെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച നമ്മൾ പാലക്കാട് ജില്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജില്ലാ കമ്മിറ്റി, ബഹുമാനപ്പെട്ട നമ്മുടെ വൈസ് പ്രസിഡൻറ്റ് കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാരടക്കം അലി ഫൈസി കൊളപ്പറമ്പ്, നമ്മുടെ അതുപോലെ തന്നെ അബൂബക്കർ ഹിദായമി അടക്കമുള്ളവർ, അവരെ പിന്നിൽ നിന്നുകൊണ്ട് ഒരുപാട് ആളുകൾ പണ്ഡിതന്മാർ പ്രവർത്തിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഈ സാദാത്തുക്കൾ, 2 ഇമ്പിച്ചു പോയ തങ്ങന്മാരും, ഇവർ രണ്ടാളും ഇതിനു വേണ്ടി കൊടക്കാട് ഇമ്പിച്ചു പോയ തങ്ങളും നമ്മൾ ലക്കിടി ഇമ്പിച്ചു പോയ തങ്ങളും, ഇവരൊക്കെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവരാണ്. അവർക്കൊക്കെയുള്ള അവരെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിച്ച എല്ലാ ജില്ലയിലുള്ളതായ എല്ലാ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഈ പ്രവർത്തനം ഒരു സാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. നാളെ അവരുടെ നന്മയുടെ റിക്കാർഡിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ രേഖപ്പെടുത്തി കൊടുക്കട്ടെ. നമുക്കൊക്കെ ഉള്ളതായ ഇവിടെ വന്നുകൂടിയവരെ ഈ പ്രവർത്തനം, ഈ സമയം ചെലവാക്കൽ, ഇത് നമ്മളെ ഈ സമയം ചെലവാക്കലും അല്ലാഹു ഒരു സാലിഹായ അമലായി കൊണ്ട് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. എല്ലാവിധ ഷർറുകളിൽ നിന്നും എല്ലാ ഫിത്നകളിൽ നിന്നും, ഷർറും ഫിത്തിനൊക്കെ കൂടിയ കാലഘട്ടമാണ്. അപ്പോൾ പല നിലക്കുമല്ലേ ഫിത്ന ഒക്കെ തമൂജുക്ക മൗജിൽ ബഹർ എന്ന് റസൂൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഫിത്നത്തുൽ അഹ്ലാസ് എന്ന് പറഞ്ഞ ഫിത്നുണ്ട്, വിട്ടുമാറാത്ത. അപ്പോൾ അങ്ങനത്തെ ഫിത്നകളൊക്കെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഫിത്നകൾ ഇവിടെ അധികരിക്കുന്നതാണ് ഈ അവസാന കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളായി പറഞ്ഞത്. ഇവിടെ ഇൽമു കുറയുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇൽമിനെ പഠിപ്പിക്കണ സ്ഥാപനം ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. സ്ഥാപനങ്ങൾ ഒരുപാടുണ്ടാവും. ഇപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ, സമസ്തയ്ക്ക് തന്നെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ ഞങ്ങളെ ഈ ഇവിടെ പാലക്കാട് ജില്ലയിൽ 5ഓളം നമ്മളെ SNECൻ്റെ സ്ഥാപനങ്ങൾ അതിനുണ്ട്. ഇപ്പോൾ നമ്മളെ ഫദീലുണ്ട്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മദ്രസകളുണ്ട്, ഇവിടെ അൽബിറിൻ്റെ സ്ഥാപനം. ഇതൊക്കെ സമസ്തനോട് ബന്ധപ്പെട്ട് വേറെ പല മതസംഘടനകളോട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ എല്ലാ സ്ഥലത്തുമുണ്ട്. മുമ്പുള്ളതിനേക്കാൾ സ്ഥാപനങ്ങളൊക്കെ അധികമാണ്. അപ്പോൾ ഇൽമു കുറയാന്ന് തന്നെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെ ഇൽമു ഇവിടെ കുറയാം? ഓരോ കൊല്ലത്തിലും 10,000-കണക്കിന് പണ്ഡിതന്മാരെ വാർത്തെടുക്കണം ചെയ്യുന്നു, അതുണ്ട്. പക്ഷേ അവരിലൊക്കെ ഉള്ളത് യഥാർത്ഥ ആ ഇൽമല്ല. അതതിൻ്റെ യഥാർത്ഥ ഇൽമ ആവണമെന്നുണ്ടെങ്കിൽ അതിന് ചില അടിസ്ഥാനപരമായ ചില ഗുണങ്ങളും കാര്യങ്ങളൊക്കെ വേണം. അതുണ്ടായാലേ, അതെന്താന്ന് പറഞ്ഞാൽ തഖ്വ ഉണ്ടാവണം. വത്തഖുല്ലാഹു വയുഅല്ലിമുക്കുമുല്ലാഹ് എന്ന തഖ്വ അവിടെ അടിസ്ഥാനമായിട്ടുണ്ടാവണം. എന്നാലേ ഇൽമ് എന്താവുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ അമ്പിയാക്കന്മാർ ഇവിടെ പ്രബോധനം ചെയ്ത ആ ഇൽമ് നമുക്ക് ഉണ്ടാവുള്ളൂ. അല്ലാതെ വേറെ ആൾക്കുള്ള അറിവുണ്ടാവില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഇൽമ് നമുക്ക് ഉണ്ടാവണം. അതായത് ഉഖ്റവിയാവുന്ന വിജയത്തിന് ആവശ്യമാവുന്ന ഇൽമുകൾ ഉണ്ടാവണം. ആ ഇൽമുകൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തഖ്വ വേണം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ തന്നെ വത്തഖുല്ലാഹ് എന്ന് പറഞ്ഞത്. വയുഅല്ലിമുക്കുമുല്ലാഹ്, തഖ്വ വേണം. തഖ്വയുടെ അടിസ്ഥാനം എന്നാലേ ഇൽമു ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ കൂടി ഒന്നുകൂടി പറയേണ്ട, SNEC അതിൻ്റെ ചെയർമാനുമാണ് ഞാൻ. അതിൻ്റെ എന്താ വേണ്ടി എങ്ങനെ അല്ല അതിൻ്റെ എന്താ വേണ്ടി അതിൻ്റെ എന്താ കുട്ടികളെ ചേർക്കണേ, അത് അതിൻ്റെ പരസ്യമൊക്കെ അടുത്ത് കൊടുക്കൂലേ? അപ്പോൾ അതിൻ്റെ പരസ്യമൊക്കെ അടുത്ത് കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ അതിൽ കുട്ടികളൊക്കെ എല്ലാവരും ചേർക്കണം. അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യലുണ്ട് ഞങ്ങളത്. ഞാൻ ഈ പറഞ്ഞതുപോലെ കുട്ടികളിൽ പല വകുപ്പുണ്ട് അതിൽ. പക്ഷേ ഈ ഉഖ്റവിയാവുന്ന ഉലൂമുമായി ബന്ധപ്പെട്ടുന്ന കുട്ടികളിൽ കഴിവിൻ്റെ പരമാവധി തഖ്വ ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനത്തിലാണ് അത് നടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ സ്ഥാപനങ്ങളിലൊക്കെ കുട്ടികളെ ചേർക്കുന്നതിൽ എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മറ്റൊരു നല്ലൊരു സംവിധാനമാണ് സ്ത്രീകൾക്കുള്ള കുറേ സംവിധാനങ്ങൾ SNEC ഉണ്ട്. ഇതിൽ നിന്ന് അതിൻ്റെ ഒരു പരസ്യമുണ്ട് മറ്റേ ഫദീലിനെ സംബന്ധിച്ച്.
അപ്പോൾ അങ്ങനത്തെ നമ്മളോട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെ കുട്ടികളെ ചേർക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്ഥാപനങ്ങളൊക്കെ അല്ലാഹു ഉയർച്ചയിൽ നിന്ന് ഉയർത്തട്ടെ. നമ്മളെ സംഘടന അല്ലാഹു ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. സംഘടന ബഹുമാനപ്പെട്ട അതിൻ്റെ സാദാത്തുക്കൾ കണ്ടില്ല, ഇതിൽ 10, 25, 30ഓളം സംഘന്മാർ നമ്മളെ യാത്രയിൽ നമ്മളെ അനുഗമിക്കുന്നുണ്ട്. അത് പല കുടുംബത്തിലുള്ള കേരളത്തിലുള്ള പല പ്രമുഖമാവുന്നതായ കുടുംബങ്ങളിലുള്ള തങ്ങന്മാർ നമ്മളെ അനുഗമിക്കുന്നുണ്ട്. കാരണം അവരൊക്കെ ഈ വിശുദ്ധമാവുന്ന ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ അതിന് പോഷിപ്പിക്കുന്നതിന് വളർത്തുന്നതിലൊക്കെ പലരും പൊതുവ് പ്രവർത്തിച്ചവരുണ്ടാവും, ചിലർ പ്രത്യേക മേഖലകളിൽ മാത്രം പ്രവർത്തിച്ചു. ആരും നമ്മൾ ചെറുതാക്കി കാണാൻ പാടില്ല. കണ്ടില്ല, ഇവിടെ കുറേ തങ്ങന്മാരുണ്ട്, ഇവരൊക്കെ ഈ ജില്ലയ്ക്ക് നേതൃത്വം നൽകുന്നവരാണ്. അങ്ങനെ പല തങ്ങന്മാരും, അങ്ങനത്തെ 10, 20, 25ഓളം തങ്ങന്മാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഈ തങ്ങന്മാരൊക്കെ അവർക്ക് സുഖങ്ങളും സൗകര്യങ്ങളൊക്കെ ഉള്ളവരാണ്. എന്നാലും നമ്മൾ കൊടുക്കുന്ന സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരെ ഈ 10 ദിവസങ്ങളിൽ എല്ലാ തങ്ങന്മാരോടും ഞാൻ ചോദിക്കലുണ്ട്, ഉറങ്ങാൻ സുഖം ഉണ്ടായോ, ഫാൻ ഉണ്ടായിരുന്നോ, AC ഉണ്ടായിരുന്നൊക്കെ. കാരണം അവരൊക്കെ സൗകര്യത്തിൽ ഉറങ്ങുന്ന ആളുകളാവുമ്പോൾ ആ സൗകര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പ്രയാസമാണെന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ആ നിലക്ക് നമ്മളെ ഇവിടെ നിൽക്കുന്ന ഈ തങ്ങന്മാരും നമ്മളെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരാവുന്ന അതിൻ്റെ ഉസ്താദന്മാർ മറ്റുള്ള നമുക്ക് വേണ്ടി നേതൃത്വം നൽകുന്നതും നമ്മോട് സഹകരിക്കുന്നതുമായ എല്ലാ സാദാത്തുക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഉലമാഇക്കും അതുപോലെ നമ്മളെ ഉമറാവും നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഉലമാഇൻ്റെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആജ്ഞകളൊക്കെ സ്വീകരിച്ച് ഉലമാഇൻ്റെ പിന്നിൽ അടിയുറച്ച് നിന്നും കൊണ്ടിട്ട് നമുക്ക് പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രമുഖരാവുന്ന വ്യക്തികളുണ്ട് ഈ രാജ്യങ്ങളിലൊക്കെ. അവരുടെ പ്രവർത്തനം നമുക്ക് ആവശ്യമാണ്. അതുപോലെ നമ്മളെ സാധാരണക്കാരാവുന്ന ആളുകൾ അവരുടെ പ്രവർത്തനം നമുക്ക് ആവശ്യമാണ്. അവിടെ എല്ലാ തങ്ങന്മാരുടെ പ്രവർത്തനം നമുക്ക് ആവശ്യമാണ്. അവരുടെ നേതൃത്വം നമുക്ക് ആവശ്യമാണ്. പണ്ഡിതന്മാരുടെ നേതൃത്വവും അവരുടെ സഹകരണവും ഒക്കെ നമുക്ക് ആവശ്യമാണ്. മറ്റുള്ള നാട്ടിലുള്ള പ്രമുഖരാവുന്ന വ്യക്തിത്വങ്ങൾ അവരുടെ സഹകരണവും സഹായവും ഒക്കെ നമുക്ക് ആവശ്യമാണ്. സാധാരണക്കാർ ഇതെല്ലാവരും ഉലമാ ഉമറ എന്ന് പറയുമ്പോൾ സാധാരണക്കാർ മേപ്പെട്ട് നോക്കുകയാണ്. ഞങ്ങളിപ്പോൾ ആരും പറഞ്ഞില്ലല്ലോ, ഞാൻ പറയലുണ്ട് എല്ലായിടത്തും, ഇതെല്ലാം കൂടിയാലേ ദീൻ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹീങ്ങളാക്കട്ടെ. സാലിഹീങ്ങളുള്ള സ്വഹബത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അവർക്ക് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു എല്ലാവർക്കും ഇസ്സത്ത് നൽകട്ടെ. എല്ലാവിധ അല്ലാഹത്തിനെ തൊട്ടും ഫളിഹത്തിനെ തൊട്ടും എല്ലാവിധ പ്രയാസങ്ങളെ തൊട്ടും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എല്ലാവിധ ഷർറുകളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ഫിത്നകളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ അവരെയൊക്കെ അല്ലാഹു സാലിഹീങ്ങളാക്കട്ടെ. നമുക്കും അവർക്കൊക്കെയുള്ള മക്കളെയും കുടുംബങ്ങളെയൊക്കെ അല്ലാഹു സാലിഹീങ്ങളാക്കട്ടെ. സാലിഹീങ്ങളുള്ള സ്വഹബത്ത് കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കുള്ളതായ ഈ നിർത്തവും ഇരുത്തമൊക്കെ അള്ളാഹു സ്വീകരിക്കുന്നതായ ഒരു അമലായി കൊണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോടും നമ്മളോടൊക്കെ ബന്ധപ്പെട്ട ആ നന്മയുടെ രേഖയിൽ അള്ളാഹു അതിനെ ഒരു സാലിഹായ അമലായി കൊണ്ട് അള്ളാഹു രേഖപ്പെടുത്തി തരട്ടെ. നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും ഒക്കെയുള്ള ഈ പറയപ്പെട്ട എല്ലാവർക്കുമുള്ള ആഖിബത്ത് അള്ളാഹു നാക്കി തരട്ടെ. ഈമാനോടുകൂടി അള്ളാഹു ഭയപ്പിച്ചു തരട്ടെ. നമ്മളെ ഈ യാത്ര ഇത് വളരെ സുഖകരമായ നിലക്ക് ഉദ്ദേശിക്കപ്പെട്ട ലക്ഷ്യത്തിൽ അത് എത്താനും അതുപോലെ നമ്മൾ സമ്മേളനം ഒരു സംഭവം ഇപ്പോൾ MT ഉസ്താദ് ഇങ്ങനെ പറയലുണ്ട്, ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ സമ്മേളനത്തിൽ ഇനിയിപ്പോൾ ആ സ്ഥലം ദൈവമുള്ളതാണ്. അപ്പോൾ മൂപ്പര് എപ്പോഴും ഒരു ആശങ്ക പ്രകടിപ്പിക്കും. നമ്മളൊക്കെ സംശയമാണ് എന്ത് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. ജനങ്ങളിങ്ങനെ വന്നാൽ അപ്പോൾ തികയില്ലെന്നല്ല പറയണത്, ഞങ്ങൾക്കൊരു സംശയം തീയോ എന്നുള്ളത്. അപ്പോൾ ഏതായാലും നമ്മൾ ആ സമ്മേളനം ഒരു വലിയ ചരിത്ര സംഭവമാണ്. വിദേശത്തുള്ള മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ സൂഫി വൈദ്യന്മാരൊക്കെ അതിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള മഹത്തുക്കളാവുന്ന സാദാത്തികളും പണ്ഡിതന്മാരും ഒക്കെ അതിൽ പങ്കെടുക്കും. അതുകൊണ്ട് അതൊരു ചരിത്ര സംഭാവനം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അത് മാത്രമല്ല, ഇത് പിന്നെ നമ്മുടെ ഈ അടുത്ത വർഷത്തേക്ക് അടുത്ത 100 വർഷത്തിലും ഇതുപോലുള്ള അല്ലെങ്കിൽ ഇതിനേക്കാൾ 10 മടങ്ങ് ഈ രാജ്യത്തിന് ആവശ്യമാവുന്ന സേവനങ്ങളും ദീനിന് ആവശ്യമാവുന്ന രാജ്യത്തിൻ്റെ സേവനം നമ്മളെ ഇതിൽപ്പെട്ടത് തന്നെയാണ്. അതാണ് ഞാൻ എല്ലാ സമയത്തും ഞാൻ ഇന്നലെ മിഞ്ഞാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടത്. ഓരോരുത്തരും ഈ ഇപ്പോൾ വോട്ട് ലിസ്റ്റ് വന്നാൽ അതിൻ്റെ കരട് ലിസ്റ്റ് ഇന്നലെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്, ഇന്നലെ തന്നെ.
അപ്പോൾ അതിൽ എല്ലാവരും നോക്കണം. നിങ്ങളൊക്കെ പേരുണ്ടോ ഇല്ല എല്ലാവരും നോക്കും. അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പൗരത്വത്തിന് വരെ ബാധിക്കുമോ എന്നുള്ളത് സംശയിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അതിൻ്റെ രേഖകളൊക്കെ ശരിപ്പെടുത്തി പിന്നെ അതിന് വളരെ നമ്മൾ ആ വിഷയത്തിൽ ജാഗരൂകരാവണം. കാരണം എല്ലാ നിലക്കുള്ള പ്രയാസങ്ങളും അനുഭവിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളിൽ നിന്നിട്ട് വേണ്ടാത്തരങ്ങളും വികായക്കാരായ കുട്ടികൾ പറഞ്ഞില്ല, അത് പെട്ടുകണ് നമ്മുടെ ഇതിന് പ്രവർത്തിച്ചവരെന്ന് പറഞ്ഞില്ല. പിന്നെ ഇപ്പോൾ മൂപ്പര് പറഞ്ഞ് വികായക്കാർക്ക് പ്രത്യേകമായിട്ട് പറയുന്ന ഞാൻ പറഞ്ഞല്ലോ, അറ്റിങ്ങൾ ഈ അധ്വാനമൊക്കെ കാണുമ്പോൾ നമുക്കതിനെ കണ്ണിന്ന് കണ്ണീര് വരികയാണെന്നല്ല ഉണ്ട്, ചോരയാണ് വരണമെന്ന് പറഞ്ഞില്ലേ, അത് കണ്ടിട്ട്. അപ്പോൾ വികായക്കാരായ കുട്ടികൾ നല്ല ഇതുപോലുള്ള സമസ്ത കേരള ജമിയത്തിൽ നമുക്ക് വേണ്ടി വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മളെ വികായക്കാരായ കുട്ടികൾ, അവരവരെ ശരീരത്തിനെ മറന്നുകൊണ്ടിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ്സ് കൊടുക്കട്ടെ, എല്ലാ രോഗങ്ങളിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സമസ്തയ്ക്ക് വേണ്ടി ഈ ഖിദ്മത്ത് ചെയ്യണ കാരണം കൊണ്ട് അവരോട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഉയർച്ചയും കൊടുക്കട്ടെ. മക്കളെയും കുടുംബത്തിനൊക്കെ അല്ലാഹു സാലിഹീങ്ങളാക്കട്ടെ. സാലിഹീങ്ങളുള്ള സ്വഹബത്ത് കൊണ്ട് അവർ നമ്മളെയൊക്കെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളെ ഈ സദസ്സിനെ അല്ലാഹു കബൂൾ ചെയ്യട്ടെ. ഇനി വരുന്ന എല്ലാ സദസ്സുകളെയും അല്ലാഹു കബൂൾ ചെയ്യട്ടെ. ഇത് നമ്മളെന്തെങ്കിലും ഒരു പ്രകടനം എന്നുള്ള നിലയ്ക്ക് ചെയ്യല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കരുത്. ഇത് നമ്മളെ ഇങ്ങനെ പ്രകടനം നടത്തി നമുക്ക് അഹങ്കരിക്കാനോ അങ്ങനത്തെ സംഗതിയല്ലത്. ഇത് വിശുദ്ധ ദീനിന് വേണ്ടിയുള്ള ഒരു ഇഖ്ലാസോട് കൂടിയുള്ളതായ ഒരു ഖിദ്മത്ത് മാത്രമാണ്. ആ ഖിദ്മത്ത് തന്നെയാണ് അവിടെ നടക്കാൻ പോകുന്നത്, ആ മഹാസമ്മേളനത്തിൽ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമ്മേളനത്തിനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.